എന്താ തബ്ലീഗ് ജമാഅത്തിനെ കാണുമ്പോൾ നമുക്കറിയാലോ, കണ്ട വലിയ ഉഷാറാണല്ലോ, വലിയ താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, പലതുമുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായാലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂലിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുതയെ ഓർക്കലാണെന്ന് പറയാൻ മാത്രം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മതിപ്പും ബഹുമാനവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് സമസ്തക്ക് അതിനെ എതിർക്കേണ്ടി വന്നത്. ഇങ്ങനെ പരസ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ തകർക്കാൻ പലരും വന്നപ്പോൾ മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. ഒളിച്ചു കടത്തിക്കൊണ്ട് ഈ ബിദ്അയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വ്യാപകമായി സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ച് സമസ്തക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല. അപ്പോഴും തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന, ഈ ഒളിച്ചു കടത്തുന്ന മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തെ താങ്ങാൻ സമസ്തക്ക് സാധ്യമല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനം 2023 ഏപ്രിൽ 1 മുഷാവറയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുന്നു. അതല്ലാതെ ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ലീഗ് വിരുദ്ധവും ലീഗ് അനുകൂലവുമാക്കി ചിത്രീകരിക്കുന്നതിൽ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സമുദായത്തിന്റെ ഐക്യവും അതിൻ്റെ ആ ഒരു പാരസ്പര്യവും നിലനിർത്തുന്നതിൽ ജാഗ്രതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും നാം അതൊക്കെ സഹിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണം. ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നീടും അദ്ദേഹം വന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് അത് പഴഞ്ചൻ നിലപാടാണെന്ന് പത്രക്കാരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ. ഇങ്ങനെ പരസ്യമായി സമസ്തയെ അവഹേളിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിസ്സാരമാക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരുടെ ഒക്കെ മക്കളെ ആ ബിദ്അത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് CIC-യുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു.